ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ട്രെൻഡിങ് അയക്കുന്ന ക്ലബ് ഹൗസ് അത് എന്താണ്, എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഹായ്, വെൽക്കം ബാക്ക് ടു പിക്സൽ കോമ്പസ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക. ക്ലബ് ഹൗസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ 2020 ഇറങ്ങിയ ഒരു ആപ്ലിക്കേഷനാണ്. ആദ്യമായിട്ട് iOS-ലാണ് ഇറങ്ങിയത്, പിന്നീടാണ് ഇത് ആൻഡ്രോയിഡിലേക്ക് വന്നത്. പക്ഷേ iOS-ലുള്ള എല്ലാ ഫീച്ചേഴ്സും ഒരു ആൻഡ്രോയിഡിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടില്ല. വരും ദിവസങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ അപേക്ഷിച്ച് നമുക്ക് ആൾക്കാർക്ക് തമ്മിൽ സംസാരിക്കാൻ, അതായത് നമ്മൾ ടെലഗ്രാം ഉപയോഗിച്ചിട്ടുള്ളവർക്കറിയാം, ടെലഗ്രാമിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, വോയിസ് ചാറ്റ് എന്ന് പറഞ്ഞുള്ള. ഇത് അതിലും കുറച്ചും കൂടിയും ഫ്രീ ആയിട്ടുള്ള, അതായത് ടെലഗ്രാമിൽ ആ ഒരു സെപ്പറേറ്റ് ഒരു ഗ്രൂപ്പിലുള്ളവർക്ക് മാത്രം യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ആയിരുന്നു. ഇത് പബ്ലിക് ഗ്രൂപ്പുകളും അല്ലെങ്കിൽ പബ്ലിക് റൂംസ് ആണ്. ഇത് ഗ്രൂപ്പ്സ് അല്ല, ഇത് റൂംസ് ആണ്. അപ്പം പല ടോപ്പിക്കുകളിൽ പല ഗ്രൂപ്പുകളിൽ ചർച്ച നടക്കുന്നു. അപ്പോൾ നമുക്ക് അതിനകത്ത് ലോഗിൻ ചെയ്തിട്ട് അവരോട് സംസാരിക്കാം, അവർ തിരിച്ച് സംസാരിക്കുന്നതൊക്കെ നമുക്ക് കേൾക്കാം. അപ്പോൾ കുറേ നല്ല നല്ല ഗ്രൂപ്പുകളുണ്ട് ഇതിലൊക്കെ. അപ്പോൾ ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അതേപോലെ തന്നെ ഇതിനകത്ത് മറ്റുള്ള സോഷ്യൽ മീഡിയയിൽ സൈനപ്പ് ആവുന്ന സൈനപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഓൾറെഡി അതിലുള്ള ഒരാൾ ഇൻവൈറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ സൈനപ്പ് ആവുന്ന സമയത്ത് അവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് സൈനപ്പ് ആവാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളത് നമ്മൾ ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ക്ലബ് ഹൗസ് ആദ്യമായിട്ട് iOS-ലാണ് വന്നത്, പിന്നീടാണ് ആൻഡ്രോയിഡിലേക്ക് വന്നത്. അപ്പോൾ നമ്മുടെ പ്ലേ സ്റ്റോറിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലബ് ഹൗസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻസ് ലഭിക്കും. നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം കാണുന്ന സ്ക്രീൻ ഗെറ്റ് യുവർ യൂസർ നെയിം എന്നും പറഞ്ഞിട്ടാണ്. അപ്പോൾ നമുക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ID ഉള്ള പോലെ അല്ലേ, ഇതിലൊരു ID നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഫോണാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫോൺ നമ്പർ അടിച്ചു കൊടുത്തിട്ട് നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഒരു OTP ചോദിക്കും. OTP വന്നു കഴിയുമ്പോൾ OTP അടിച്ചു കൊടുക്കുക. OTP അടിച്ച് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നെക്സ്റ്റ് പേജിലേക്ക് റീഡയറക്റ്റ് ആവും. ആ നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് നമ്മുടെ ഫുൾ നെയിം, അതായത് ഡീറ്റെയിൽസ്, നമ്മുടെ പേരും ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും അടിച്ച് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് യൂസർ നെയിമാണ്, യുണീക്ക് ആയിട്ടുള്ളൊരു യൂസർ നെയിം, അതായത് ഓൾറെഡി ക്ലബ് ഹൗസിൽ ഇല്ലാത്തതും ആയിട്ടുള്ളൊരു യൂസർ നെയിം നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. നെക്സ്റ്റ് പ്രസ് ചെയ്യുക. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു വിൻഡോ കിട്ടും. അതായത് ആ വിൻഡോയുടെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തേക്കുന്ന യൂസർ നെയിം രജിസ്റ്റേർഡ് ആണ്. അതായത് ഇനി വേറൊരാൾക്ക് ആ യൂസർ നെയിം ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഇൻവൈറ്റ് ചെയ്ത ആൾക്കാരോ ആരെങ്കിലും ഇത് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത് അകത്തേക്ക് കയറാൻ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ജോയിൻ ആകുന്നതാണ്. അപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ സൈൻ ഇൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ വീണ്ടും നിങ്ങളുടെ യൂസർ നെയിമും അതേപോലെ തന്നെ ഫോൺ നമ്പറും ഒക്കെ OTP ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് കൊടുത്ത് നിങ്ങൾ അടുത്ത് തന്നെ വരുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട സ്ക്രീനിന് പകരം നിങ്ങളുടെ പ്രൊഫൈൽ പിക്ക് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു സ്ക്രീൻ വരും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ക് നിങ്ങളുടെ ഗാലറിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പിക്ക് സെലക്ട് ചെയ്യാം. പ്രൊഫൈൽ പിക്ക് സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ക്രോപ്പും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അടുത്തത് നിങ്ങൾ നേരെ അതിനകത്തേക്ക് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളും ആൾക്കാരെയൊക്കെ അവർ സെലക്ട് ചെയ്യാൻ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ചാനൽസ് അല്ലെങ്കിൽ റൂംസൊക്കെ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വെച്ചിട്ട് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് പോകാം. അപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നേരെ സ്കിപ്പ് ചെയ്യാം. നിങ്ങളുടെ അപ്പോൾ കോൺടാക്ട് പെർമിഷൻ ചോദിക്കുമ്പം അലോ കൊടുക്കുക. നെക്സ്റ്റ് അവർ നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റ് വെച്ചിട്ട് കുറേ ലിസ്റ്റ് കാണിക്കും. അതായത് ഓൾറെഡി ഇപ്പോൾ ക്ലബ് ഹൗസിലുള്ള ആൾക്കാർ, അപ്പം അവരെയൊക്കെ ഫോളോ ചെയ്യണോ വേണ്ടിയെന്ന് കൊടുക്കുമ്പോൾ വേണമെങ്കിൽ ലുക്സ് ഗുഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവരുമായിട്ട് കണക്റ്റ് ആവും, അല്ലെങ്കിൽ അവരെ ഫോളോ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ലുക്സ് ഗുഡ് കൊടുത്തു പോകാം, അല്ലെങ്കിൽ താഴെയുള്ള ഓർ സെലക്ട് ഇൻഡിവിജ്വലി എന്നുള്ള കൊടുത്തു കഴിഞ്ഞിട്ട് ലുക്സ് ഗുഡ് കൊടുത്ത് ഫ്രണ്ടിലേക്ക് പോവുക. അത് കഴിയുമ്പോൾ അവർ വീണ്ടും ചോദിക്കും കോൺവെർസേഷൻ വുഡ് ബി ലൈക്ക് ലിസൺ, ആരുടെയൊക്കെ കോൺവെർസേഷൻസ് ആണ് കേൾക്കേണ്ടത്, അവരെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരിക. നിങ്ങൾക്ക് വേണ്ടവരെ പ്ലസ് ആഡ് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഇല്ലെങ്കിൽ നോ വൺ താങ്ക്സ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ക്ലബ് ഹൗസിലേക്കാണ് എൻ്റർ ആവുന്നത്. അപ്പോൾ ക്ലബ് ഹൗസിൻ്റെ സ്റ്റാർട്ടിംഗ് പേജിൽ കാണുന്ന എക്സ്പ്ലോർ പേജാണ് ഫസ്റ്റ് നമുക്ക് കാണുക. അപ്പം എക്സ്പ്ലോർ പേജ് എന്ന് പറയുന്നത് നമുക്ക് പ്രൈവറ്റ് ആയിട്ടും അതുപോലെ തന്നെ പബ്ലിക്കായിട്ടും, അതായത് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള ഗ്രൂപ്പുകളും നിങ്ങളെല്ലാം നമുക്ക് എക്സ്പ്ലോറിലാണ് വരിക. ക്ലബ് ഹൗസ് ലോഗിൻ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് സാധാരണ നമ്മുടെ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനുള്ള പോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബാറുണ്ട്, ഒരു കലണ്ടർ ബാറുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ പ്രൊഫൈൽ ഓപ്ഷനുണ്ട്. പിന്നെ അല്ലാതെ നമുക്ക് കൂടുതൽ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, റൂം സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്.
അപ്പോൾ അതിൽ നമ്മൾ ആ കലണ്ടർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. മേളിൽ നമ്മൾ നോട്ടിഫിക്കേഷൻ്റെ അടുത്തുള്ള കലണ്ടർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്കമിങ് ആയിട്ട് ഇവർ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ക്ലബ്ബ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൂപ്പ് പോലെയാണ്. റൂംസ് എന്ന് പറയുന്നത് അത് എൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അത് വീണ്ടും നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അത് അവിടെ തന്നെ സസ്റ്റെയിൻ ചെയ്യില്ല ഗ്രൂപ്പ്സൊക്കെ പോലെ. അപ്പം അങ്ങനത്തെ ഗ്രൂപ്പ്സ് പോലെ വീണ്ടും വീണ്ടും ക്രിയേറ്റ് ചെയ്യാതെ അവിടെ തന്നെ നമുക്കൊരു ഗ്രൂപ്പ് പോലെ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്ന ഒരു ഓപ്ഷനാണ് ക്ലബ്ബ് എന്ന് പറയുന്നത്. ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്തേക്കുന്ന ഗ്രൂപ്പുകളുടെ ഡീറ്റെയിൽസ് കാണാനും ഒക്കെ നമുക്ക് പറ്റും. അപ്പോൾ നിങ്ങളുടെ ആക്ടിവിറ്റി പാനലിൽ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ആരെങ്കിലുമൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷനൊക്കെ അതിൽ വരുന്നതാണ്. അപ്പോൾ നമ്മളെ ആരെങ്കിലും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പ്രൊഫൈൽ അല്ലെങ്കിൽ അവരുടെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഫുൾ ഡീറ്റെയിൽസ് കാണാം. എത്ര പേര് അവർ ഫോളോ ചെയ്യുന്നു, എത്ര പേര് ഫോളോ ചെയ്യുന്നില്ല, എത്ര പേര് അവർ ഫോളോ ചെയ്യുന്നു, എത്ര പേര് അവരെ ഫോളോ ചെയ്യുന്നു എന്നൊക്കെ. അതുകൊണ്ട് തന്നെ ആ സ്റ്റാർ എന്നുള്ള ബട്ടൺ ഞെക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഫോളോ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് കാണിക്കും. അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ ഓപ്ഷൻ ഉണ്ട്. അതായത് ആ വ്യക്തി ഏതെങ്കിലും ഗ്രൂപ്പിൽ കയറി കഴിയുമ്പോൾ നമുക്ക് അവരുടെ നോട്ടിഫിക്കേഷൻ വന്നെങ്കിൽ അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മുടെ കോൺടാക്റ്റിലുള്ള കുറേ പേരെ ഇൻവൈറ്റ് ചെയ്യാൻ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി ക്ലബ് ഹൗസ് ഇല്ലാത്തവരെയൊക്കെ ഇൻവൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. സെർച്ച് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണമെങ്കിൽ അവരുടെ യൂസർ നെയിം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരെ ഡീറ്റെയിൽസ് കാണിക്കുക. അപ്പോൾ നമുക്ക് അയാളെ ഡയറക്റ്റ് നേരെ പോയി അയാളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്യും, ഫോളോ ചെയ്യുകയും നോട്ടിഫിക്കേഷൻ ഓണാക്കി ഇടുകയൊക്കെ അതൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യാം. മെയിൻ പേജിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴെ ഒരു സ്റ്റാർട്ട് റൂം എന്നുള്ളൊരു ബട്ടൺ കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 ടൈപ്പ് ഓഫ് ഗ്രൂപ്പ്സ് ഉണ്ടാക്കാം. ഓപ്പൺ ഗ്രൂപ്പ്സ്, അതായത് ക്ലബ് ഹൗസ് അക്കൗണ്ടുള്ള ആർക്കും കയറാവുന്ന ഒരു ഗ്രൂപ്പ്. പിന്നെ സോഷ്യൽ ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫോളോ ചെയ്യുന്ന ഫ്രണ്ട്സിന് മാത്രമേ ആ ഗ്രൂപ്പ് വിസിബിൾ ആവുള്ളൂ. പിന്നെ ക്ലോസ്ഡ് ഗ്രൂപ്പ്, അതായത് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നവർക്ക് മാത്രം ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ്. അതേപോലെ എല്ലാ ഇതിനും നമുക്കൊരു ടോപ്പിക് ആഡ് ചെയ്യാം. ആഡ് ടോപ്പിക് എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്രൂപ്പിൻ്റെ ഒരു പേരോ അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ചാണ് നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ ആ ടോപ്പിക്കിൻ്റെ പേരൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം. ടോപ്പിക്കെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ലെറ്റ്സ് ഗോ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ആവും. ഇപ്പോൾ കാണുന്നത് നമ്മൾ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ഒരു പബ്ലിക് റൂമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വന്നു കഴിയുമ്പോൾ നമുക്ക് ലീവ് ക്വൈറ്റ്ലി എന്നൊരു ബട്ടൺ ഉണ്ട്. അതായത് നമുക്ക് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ റൂമിൽ നിന്ന് എക്സിറ്റ് ആവാം. അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഇതിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് അതിൽ ജോയിൻ ആവും. പിന്നെ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഓൾറെഡി നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഫ്രണ്ട്സിനെയൊക്കെ നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യാം. പിന്നെ ഉള്ളത് ഒരു ഹാൻഡ് റൈസ് ബട്ടണാണ്. അപ്പം ഹാൻഡ് റൈസ് ബട്ടൺ, പിന്നെ ഒരു മ്യൂട്ട് അൺമ്യൂട്ട് ബട്ടൺ. പിന്നീട് നമുക്ക് ഇതിനകത്തേക്ക് ആളെ ആഡ് ചെയ്യണമെങ്കിൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ലിസ്റ്റ് കാണിക്കും. അപ്പോൾ ആരെയാണോ ആഡ് ചെയ്യേണ്ടത് അയാളെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഇൻവൈറ്റ് പോകും. അയാൾക്കൊരു നോട്ടിഫിക്കേഷൻ പോകും. ഇതുപോലെ ഇങ്ങനെ പിങ് ചെയ്തു, ഇന്നയാൾ പിങ് ചെയ്തു എന്നും പറഞ്ഞുള്ള ഒരു നോട്ടിഫിക്കേഷൻ പോകും. അപ്പോൾ അവർക്ക് ഗ്രൂപ്പിൽ വന്ന് ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ അവരുടെ എക്സ്പ്ലോർ പേജിൽ അത് വന്നിട്ടുണ്ടാവും. പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് മേളിലുള്ള 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൂം ഷെയർ ചെയ്യാനും റൂം എൻഡ് ചെയ്യാനും അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ ആ ഓപ്ഷൻസ് എല്ലാം അതിനകത്ത് വരും. ഇപ്പം നമ്മൾ മെൻറ്ററായിട്ടുള്ള, അതായത് നമ്മൾ അഡ്മിൻ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിലേക്ക് ആരെങ്കിലും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് വരും. അതായത് മേക്ക് എ മെൻറ്റർ, മൂവ് ടു ഓഡിയൻസ്, വ്യൂ ഫുൾ പ്രൊഫൈൽ എന്നുള്ളതൊക്കെ. മേക്ക് എ മെൻറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉള്ള അതേ അഡ്മിൻ പ്രിവിലേജസ് നമ്മൾ അവർക്കും പ്രൊവൈഡ് ചെയ്യുകയാണ്. മൂവ് ടു ഓഡിയൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പം നേരെ ഓഡിയൻസിലേക്ക് പോകും. അതായത് നമ്മൾ പറയുന്നതൊക്കെ അവർക്ക് കേൾക്കാം. ഇപ്പം ഓഡിയൻസ് ആയിട്ടുള്ള ഒരാളെ നമുക്ക് സ്പീക്ക് ചെയ്യാൻ കൊടുക്കണമെങ്കിൽ അവരുടെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇൻവൈറ്റ് ടു സ്പീക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മുടെ ഓഡിയൻസിൽ നിന്ന് സ്പീക്കർ എന്നുള്ള പൊസിഷനിലേക്ക് മാറും. ഇപ്പോൾ ഓഡിയൻസിലുള്ള ആർക്കെങ്കിലും സ്പീക്കർ ആവണം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംസാരിക്കണം എന്ന് ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇന്നയാൾ ഹാൻഡ് റൈസ് ചെയ്തു, ഇൻവൈറ്റ് ടു സ്പീക്ക് ഫോർ ഡിസ്റ്റൻസ് എന്നുള്ളൊരു ഓപ്ഷൻ. ഇൻവൈറ്റ് ടു സ്പീക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഓഡിയൻസിൽ നിന്നും തിരിച്ച് സ്പീക്കറായിട്ട് വരും. ഇപ്പം നമ്മളൊരാളുടെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് വരും. അത് കൂടാതെ നമുക്ക് അയാളെ ബ്ലോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അയാളെ ഫോളോ ചെയ്യുകയോ അയാളുടെ പ്രൊഫൈൽ നമുക്ക് ഷെയർ ചെയ്യുകയോ ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ആ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. അപ്പം നമ്മളൊരു പബ്ലിക് ഗ്രൂപ്പിലൊക്കെ കയറിയിട്ട് അത് നമ്മുടെ ഫ്രണ്ട്സിനെ ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്യണം അല്ലെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ 3 ഡോട്ട്സ് ഞെക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷെയർ എന്നുള്ള പോപ്പപ്പ് ഓപ്ഷൻ വരും. ഒരു പോപ്പപ്പ് വരും. അതിനകത്ത് നമുക്ക് ഷെയർ കൊടുക്കാം. ഷെയർ കൊടുത്തിട്ട് വാട്സാപ്പ് വഴിയോ മെസ്സേജ് വഴിയോ ഏതിലെ വേണമെങ്കിലും നമുക്ക് അയക്കാൻ പറ്റും.
അപ്പോൾ നിങ്ങൾക്ക് സൈൻ അപ്പ് ചെയ്യാൻ വേണ്ടി ഈ വീഡിയോ യൂസ്ഫുൾ ആവും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഇതുപോലൊക്കെയുള്ള പുതിയ വീഡിയോസുമായി കാണുമായിരിക്കും. ബൈ.